ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നസ്രയന്റെ വഴികൾ എന്ന ആത്മീകമായ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അനേകർ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി തീർന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നും അടുത്ത ഒരു എപ്പിസോഡും അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി. കണ്ണൂരിൽ കർത്താവിന്റെ പേരിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ നോബിൻ പീറ്റർ നമ്മുടെ കൂടെ ഇപ്പോൾ നസ്രയന്റെ വഴികൾ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യങ്ങളിലും മുറ്റത്ത് കൺവെൻഷനുകളിലും അതുപോലെ തന്നെ ദൈവം ഏൽപ്പിക്കുന്ന സമസ്ത മേഖലകളിലും ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തുറന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ തന്റെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ വലിയ പ്രവൃത്തികളെ കുറിച്ചും നമ്മോട് ഘോഷിക്കും. അതിനുവേണ്ടി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നസ്രയന്റെ വഴികൾ എന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിൽ ഭാഗവാക്കാകുവാൻ സർവശക്തനായ ദൈവം എനിക്കിങ്ങനൊരു അവസരം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് പ്രിയ ജിജിൻ ബ്രദറോട് ഒരുമിച്ച് ഇങ്ങനെയൊരു നല്ല ഒരു കൂട്ടായ്മ തന്നതിനായി കർത്താവിന് നന്ദി കരയറ്റുന്നു. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കോടാനുകോടി ദൂതന്മാരുടെ ആരാധ്യ പുരുഷനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നസ്രയന്റെ വഴികൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് ആശ്വാസമായി എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷം. തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രോഗ്രാമുകൾ ഈ നസ്രയന്റെ വഴികളിലൂടെ കർത്താവ് പിന്നെയും അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നൽകി തരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രിയ ജിജിൻ ബ്രദർ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് നോബിൻ പീറ്റർ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യൂരിനും ചെറുപുഴയ്ക്കും ഇടയ്ക്കുള്ള പെരിങ്ങോം എന്ന് പറയുന്ന ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഞാൻ ഏകദേശം 20 വർഷത്തിന് മേളിലായി കണ്ണൂരിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ കോതമംഗലത്താണ്. 20 വർഷത്തിന്മേലെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ മലബാറിൽ ആയിരിക്കുന്നു. അനേക പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും കഴിഞ്ഞ നാളുകളിൽ കടന്നു പോകുവാൻ ഇടയായി. അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും പരിപാലനവും ആവോളം അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളും വഴികളും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ദൈവം ചെയ്ത നന്മകൾ അനവധി നിരവധിയാണ്. ഞാൻ 2002 കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുവാൻ ഇടയായി. പെരുമ്പാവൂരിലായിരുന്നു. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ആ യൗവനത്തിന്റെ ഒരു ഇതിൽ അല്പം പിറകോട്ട് പോയെങ്കിലും ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഒന്നും പെടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അങ്ങനെ തിരുവചനം ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പഠിച്ച് പൂർത്തീകരിക്കാനിടയായി. നല്ല ചെറുപ്പത്തിൽ തന്നെയാണ്, നല്ല 17 വയസ്സുള്ളപ്പോൾ തന്നെ ഹൈസ്കൂളിൽ പോയി ദൈവവചനം പഠിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി.
പക്ഷെ ദൈവവചനം ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക്, പ്രവർത്തന സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോയത്, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ മുൻപോട്ട് പോയത്. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പക്ഷെ എൻ്റെ ഈ ബൈബിൾ സ്കൂളിലെ പഠനത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളുടെ നടുവിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ ആഴമായി തിരിച്ചറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അതുവരെ എനിക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നീണ്ട ഒരു 15 വർഷം ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ അതിൻ്റെ നടുവിലും ഞാൻ ശുശ്രൂഷയിൽ നിന്നും ഒരിക്കലും പിറകോട്ട് പോയില്ല. ഞാൻ ശാരീരികമായി ഒരുപാട് പ്രതിസന്ധികളും, അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് എനിക്ക് വരുവാനിടയായി തീർന്നു. ആക്സിഡന്റ് വന്നതിന് ശേഷം ചില ട്രീറ്റ്മെന്റുകളിലൊക്കെ ആയിട്ട് ഞാൻ മുൻപോട്ട് കടന്നുപോയി. പക്ഷെ ആ ട്രീറ്റ്മെന്റ് എനിക്ക് വേണ്ട രീതിയിലുള്ള ഫലം ലഭിച്ചില്ല. എൻ്റെ ജോയിൻസിനൊക്കെ ചെറിയ നീരും വേദനയും വന്ന് ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിൽ ഏകദേശം 90 ദിവസത്തോളം ഞാൻ ആ ചികിത്സയിൽ തുറന്നുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾ അതികലശമാകുകയും മുൻപോട്ട് പോകുവാനോ നടക്കുവാനോ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധികളിലൂടെ ഞാൻ ദീർഘവർഷക്കാലം കടന്നു പോകുവാനിടയായി. പക്ഷെ ആ പ്രതിസന്ധികളുടെ നടുവിലൊക്കെയും ഞാൻ ഒരിക്കലും എൻ്റെ ശുശ്രൂഷ മേഖലയിൽ നിന്നും പിറകോട്ട് പോകാൻ ഇടയായില്ല. അതിന് ദൈവം അനുവദിച്ചില്ല. ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ച ആ ഒരു പ്രതിസന്ധികളായിരുന്നു. എനിക്ക് നടക്കുവാൻ കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കുവാൻ കഴിയാതെ ദീർഘനാളുകൾ. ആ കാലഘട്ടത്തിൽ ഞാൻ 2006-7 മുതൽ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പേരട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ശുശ്രൂഷ. ഒരു ചെറിയ ചർച്ച്, ഏകദേശം 5-6 പേർ മാത്രം കൂടി വരുന്നൊരു ചർച്ചാണ്. പക്ഷെ ആ ചർച്ച് തന്നെ, അവിടുത്തെ ദൈവമക്കൾ എനിക്ക് ഒരു വലിയ സഹായകമായിരുന്നു. ഈ ബലഹീനനായിരിക്കുന്ന ദൈവദാസനെ ആ ദൈവസഭ ചേർത്ത് പിടിക്കുകയും എനിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം തരുവാനിടയായി. നടക്കുവാൻ പോലും കഴിയാത്ത ഞാൻ ആ പാഴ്സനേജിലൊക്കെ താമസിച്ച് അവർ ഒരു പരാതിയും പരിഭവവും പറയാതെ എന്നെ അവർ ചേർത്ത് പിടിക്കുവാൻ ഇടയായി. 2018 കൃപയാ ഞങ്ങൾക്ക് അവിടെ ചർച്ചിൽ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു. 2018 ഒരു ഉപവാസ പ്രാർത്ഥന. ഓക്കെ. അന്ന് ഞാൻ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നമ്മുടെ ചർച്ചിൽ വെച്ചപ്പോൾ പ്രിയ ജിതിൻ ബ്രദറും പ്രിയ നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു ദൈവദാസനും കൂടി, ദൈവദാസന്റെ പേര് ബിനീഷ് ജോണി പാസും കടന്നു വന്ന് ഞങ്ങളോടുകൂടെ ആയിരിക്കാൻ കർത്താവ് അവർക്കൊരു അവസരം നൽകിയത് 2010 ശേഷമുള്ള ഒരു സമയത്താണ്. അപ്പോൾ ഏകദേശം ഞാൻ ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിപ്പാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആകെ നിരാശയിലൂടെ ഞാൻ കടന്നുപോയൊരു സാഹചര്യമാണ് കുടുംബമായി. അതിന് 2008 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയത്. ശാരീരികമായി ഞങ്ങൾ വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒന്നും പോകാൻ കഴിയാതെ ദീർഘവർഷങ്ങൾ ഞാൻ നാട്ടിൽ പോലും പോകാൻ കഴിയാതെ ഈ മലബാറിൽ തന്നെ ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു. പക്ഷെ ദൈവം അവിടെയെല്ലാം അതാത് സമയത്ത് എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതി ജയോത്സവമായി വഴി നടത്തുവാനിടയായി തീർന്നു. ശാരീരികമായി ഞാൻ പ്രയാസങ്ങളിലാണെങ്കിലും, ഒരു ചെറിയ ചർച്ച ആണെങ്കിലും, എൻ്റെ ഒരാവശ്യങ്ങൾക്കും ദൈവം ഒരു മുടക്കവും വരുത്തുവാൻ ദൈവം അതിന് അനുവദിച്ചില്ല. എല്ലാം വളരെ ഭംഗിയായി കർത്താവ് ഞങ്ങളെ വഴി നടത്തുവാനിടയായി തീർന്നു. ദൈവദിനത്തിൽ
എനിക്ക് എൻ്റെ വൈഫിൻ്റെ പേര് ബിജി. എനിക്കൊരു മോളാണ് ഉള്ളത്, 13 വയസ്സ്, ഏമിയ എലിസബത്ത് നോവിൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ പെരിങ്ങോം, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനും ചെറുപുഴയ്ക്കും അടുത്തുള്ള പെരിങ്ങോം സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അവിടെയാണ് ഞാനിപ്പോൾ കർത്താവിൻ്റെ വേലയിൽ 3 വർഷത്തോളമായിരിക്കുന്നു. ക്ഷേമകരമായി കർത്താവ് ഞങ്ങളെ നടത്തി. അപ്പൊ ഞാൻ മടങ്ങി വരാം. ഞങ്ങൾ ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയത് വലിയ നിന്ദയുടെ അനുഭവത്തിലൂടെ. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും കഴിയാതെയുള്ള പ്രതിസന്ധികളിലൂടെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുവാൻ ദൈവം അവസരം നൽകി. ഞാൻ എൻ്റെ അടുക്കൽ എൻ്റെ ശാരീരികമായ ഈ ബലഹീനതയുടെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ നിരാശകളൊന്നും ബാധിച്ചില്ല. കാരണം ദൈവം എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ദൈവം ധൈര്യപ്പെടുത്തി. പലരും എന്നെ അറിയുന്നവരും എൻ്റെ ഈ അവസ്ഥ കണ്ടവരും പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല, ഞാൻ ഏകദേശം തീർന്നു എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടു പോയില്ല. ഒരുപാട് ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ആലോചന പറയുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഒരു ദൈവദാസൻ ഒരിക്കൽ ഞാൻ ശാരീരികമായി വളരെ വേദനപ്പെട്ടിരിക്കുമ്പോൾ, ഞാൻ കിടപ്പായിരുന്നു, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത ആ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അടുക്കൽ വന്ന് ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഉന്മേഷമായിരുന്നു. ഒരു വലിയൊരു ദൈവ ശക്തി എൻ്റെ ഹൃദയത്തെ ദൈവം ബലപ്പെടുത്തുവാനിടയായിത്തീർന്നു. അത് 30-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യം. അത് ഇങ്ങനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ, എൻ്റെ 9-ാം വാക്യം, ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചുവെങ്കിലും ഈ ഒരു ദൈവദാസൻ വന്ന് ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തില് എന്തെന്നില്ലാത്തൊരു പ്രത്യാശ ദൈവം എനിക്ക് നൽകുവാനിടയായി തീർന്നു. ഇന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ആ ഭാഗം. ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും ആ വചനം ഞാൻ പറയും. കാരണം എന്നെ ബലപ്പെടുത്തിയത്, എന്നെ ഉറപ്പിച്ച, കാരണം എനിക്ക് ആ വചനം എൻ്റെ ഉള്ളിൽ ദൈവം വലിയ ദൈവശക്തിയായി പകർന്നപ്പോൾ എനിക്കൊരു ഉറപ്പ് ലഭിപ്പാനിടയായി തീർന്നു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അപ്പോൾ ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ കർത്താവിനെ എനിക്ക് സാക്ഷീകരിപ്പാൻ കഴിയുകയില്ല. ഞാൻ ജീവിച്ചിരിക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി തീരും എന്നുള്ള ഉറപ്പും വലിയ ധൈര്യവും എൻ്റെ ഉള്ളിൽ കർത്താവ് നൽകുവാനിടയായി തീർന്നു. ആ വാക്യം എന്നെ വലിയ ഒരു ഒരു ശക്തീകരണത്തിന് കാരണമായി തീർന്നു. അങ്ങനെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ നിവരത്തിൽ, കാല് നിവരത്തിൽ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം ആ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. പക്ഷേ മെഡിക്കൽ സയൻസ് അപ്പോൾ എന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്നൊരു മടങ്ങി വരവുണ്ടാവില്ല. കാരണം ജോയിൻസ് സ്റ്റിഫായി പോയി. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ സർജറി മാത്രമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഒരു ഭീമമായ സാമ്പത്തികം അതിനാവശ്യമായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് അത് നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 8-9 വർഷത്തോളം നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ആ ദൈവം അതിനെ എന്നെ ബലപ്പെടുത്തി ഞാൻ പയ്യെ എൻ്റെ കാല് നിവരാത്ത രീതിയിൽ ഞാൻ എഴുന്നേറ്റുവെങ്കിലും എനിക്കൊരു ചെറിയ ബൈക്കുണ്ട്. പക്ഷെ കാല് മടക്കി വെക്കാൻ പറ്റത്തില്ല. ഞാനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ആ ബൈക്ക് ചില നാളുകൾ ഓടിച്ചു. പക്ഷെ ആ സമയത്തെല്ലാം ഞാൻ പരസ്യയോഗങ്ങൾ ഞങ്ങൾ
ചെയ്താണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് മൈക്ക് മടക്കി ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ മൈക്ക് അകലെ വെച്ച് ഞാൻ പരസ്യയോഗം പ്രസംഗിച്ച് ദീർഘവർഷങ്ങൾ അങ്ങനെ പരസ്യയോഗ മേഖലകളിൽ ഞാനായിരുന്നു. ഇന്നും ഞങ്ങൾ പാസ്റ്റർ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് സ്പൂണിലാണ് പാസ്റ്റർ ആഹാരം കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബുക്ക് സ്പൂണിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മൈക്ക് ഇങ്ങനെ അകത്തിപ്പിടിച്ച് ഞാൻ കവലകളിലും ചെറിയ ചെറിയ പ്രദേശങ്ങളിലും ഞങ്ങൾ പരസ്യയോഗത്തിൽ അതിനെന്നെ എൻ്റെ കൂടെ നിന്ന ദൈവദാസന്മാര്, ഞാനിപ്പോൾ നേരത്തെ ആയിരുന്ന ചർച്ചിലെ ആ സെന്ററിലുള്ള പാസ്റ്റർ നിക്സൺ, പോൾ രാജു പാസ്റ്റർ, അങ്ങനെ ആന്റണി പാസ്റ്റർ, ജെയിംസ് മാസ്റ്റർ, അങ്ങനെ കുറെ ദൈവദാസന്മാര് എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയിൽ അവര് എന്നെ കൈപിടിച്ചുയർത്തുവാൻ അന്നത്തെ സെൻട്രൽ പാസ്റ്ററൊക്കെ വളരെ, കെ വർഗീസ് പാസ്റ്ററൊക്കെ വളരെ കൈത്താങ്ങലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അവരൊരു വലിയ അനുഗ്രഹമായിരുന്നു. എൻ്റെ ഈ ബലഹീനതകളൊന്നും എന്നെ മാറ്റി നിർത്താതെ എന്നെ ചേർത്ത് നിർത്തുവാൻ അങ്ങനെയുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അവനെ ചവിട്ടിത്താഴ്ത്താനും മാറ്റി നിർത്താനും മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ദൈവം ആ ദൈവദാസന്മാരിലൂടെ എന്നെ ചേർത്ത് നിർത്തുവാൻ ഇടയായി തീർന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. കാരണം തീരെ ബലഹീനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസന്മാർ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. ഈ ദൈവദാസന്മാർ എൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ കൈത്താങ്ങലായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ദീർഘ നാളുകൾ ഞാൻ ശാരീരികമായ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ തെരുവോരങ്ങളിൽ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ഇന്നും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ മുൻപോട്ട് പോയി ശുശ്രൂഷയിൽ മുൻപോട്ട് പോയപ്പോൾ എൻ്റെ ഈ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ആണെങ്കിലും ദൈവം എനിക്ക് ആത്മാക്കളെ തരുവാനിടയായി. ഞാൻ സ്നാനങ്ങളൊക്കെ നടത്തുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ ബലഹീനതയിൽ ആണ് ഞാൻ ആ സ്നാനങ്ങളൊക്കെ നടത്തുവാൻ ഇടയായത്. അത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ വേലയിൽ വളരെ സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നു. അങ്ങനെ ദീർഘനാളുകൾ ഞാനിങ്ങനെ കയ്യില് നിവർത്താൻ കഴിയാതെ, കാല് നിവർത്താൻ കഴിയാതെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. 2021 ഒരു ദേവദാസൻ എന്നെ കാണുകയും അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന്, ദേവദാസൻ എനിക്കൊരു ഉറപ്പ് വന്നു, നമുക്ക് സർജറി ചെയ്യാം. അങ്ങനെ പ്രിയ സജിബ് പാസ്റ്റർ മുഖാന്തരം എനിക്കതിനുള്ള സാമ്പത്തികം, എൻ്റെ കാലിൻ്റെ സർജറിക്ക് വേണ്ടി അദ്ദേഹം ഒരു സഹായം തൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ മേടിച്ച് തന്ന അങ്ങനെ ഒരു സർജറി ചെയ്യുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാലിൻ്റെ മുട്ടിൻ്റെ സർജറി നടന്നു. ആ സർജറി നിമിത്തം എനിക്ക് കാല് നിവർത്തി നടക്കുവാൻ ദൈവം അവസരം ഒരുക്കി. എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു, കാരണം അത്തരം സാമ്പത്തികമായ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു. പക്ഷെ ആ ദൈവദാസൻ എൻ്റെ അടുക്കൽ വരികയും ആ ദൈവദാസൻ എന്നെ ബലപ്പെടുത്തുകയും ചെയ്തത് മുഖാന്തരം ആദ്യമേ എൻ്റെ കാലിൻ്റെ സർജറി, കോവിഡ് കാലത്താണ് ആ സർജറി നടക്കുന്നത്. വളരെ സക്സസ് ആയിരുന്നു സർജറി. ആ സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ എഴുന്നേറ്റ് കാല് നിവർത്തി നടക്കുവാനിടയെത്തിയിരുന്നു. പിന്നെ നിരന്തരമായി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തതിന് ഫലമായി ഞാൻ നിവർന്ന് നടക്കുവാൻ ദീർഘനാളുകൾക്ക് ശേഷം എനിക്കൊരു അവസരം ദൈവം ഒരുക്കി. തുടർന്നും വീണ്ടും ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൈയുടെ സർജറിയും 2 സർജറിയും നടക്കുവാനിടയായി. ഇപ്പോൾ കൈയും അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇപ്പോഴും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മൾ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ നമ്മളൊരു സമൃദ്ധിയിലല്ല ഒരിക്കലും ദൈവം നമ്മളെ നടത്തുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ പരിശോധനകളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ
എൻ്റെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ദൈവത്തെ ആഴമായി അറിയുവാൻ എനിക്കിടയായത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം അവസരമൊരുക്കിയത് എൻ്റെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. വേദനയില്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ദീർഘവർഷങ്ങൾ, ഏകദേശം ഒരു 10 വർഷത്തിന് മേളിൽ ഞാൻ നിരന്തരമായ വേദന അനുഭവിച്ചു. നിരന്തരമായ ശാരീരികമായ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. മറ്റ് ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ കർത്താവ് കൊടുത്ത പ്രത്യാശയില്ലെങ്കിൽ അവർ ഒരുപക്ഷെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് അവസാനിപ്പിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയ ആ ദൈവം എത്ര വലിയവനാണ്. പ്രിയരെ, ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു വിടുതലില്ല, ഇനിയൊരു സൗഖ്യമില്ല, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങളോട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ഒരു സന്ദേശം കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, നിങ്ങളുടെ ഏത് രോഗത്തിന്റെ അവസ്ഥയിലും നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ നിരാശപ്പെടരുത്. ഇതെങ്ങനെ വന്നു എന്ന് ഓർത്ത് പിറുപിറുത്ത് ആവലാതിപ്പെട്ട് നിരാശയോടെ ഇരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നവനാണ് കർത്താവ് എന്ന അടിയുറച്ച വിശ്വാസം, ആ പ്രത്യാശയിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ ഓടിച്ചെന്ന് ആരുടെയും കാലിൽ വീണില്ല, ആരുടെയും റെക്കമെൻഡേഷൻ തേടിയില്ല. താൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തെ, യെരൂശലേമിലേക്ക് തന്റെ കിളിവാതിലുകളെ തുറന്നിട്ടുകൊണ്ട് ദൈവസന്നതിൽ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്ന ഭക്തനു വേണ്ടി സിംഹങ്ങളുടെ ഗുഹയിൽ ഇറങ്ങി വന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങളെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിലാണോ നിങ്ങളായിരിക്കുന്നതെങ്കിലും നിരാശപ്പെടരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തയോടെ നിൽക്കുക, ദൈവമുഖം അന്വേഷിക്കുക. ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ അതിജീവിക്കും. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ശുശ്രൂഷയിൽ തുടരുകയില്ല എന്ന് എന്നെ അറിയുന്നവരെല്ലാവരും വിധി എഴുതിയപ്പോൾ, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇനി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ഞാൻ അടിയുറച്ച് ഞാൻ മടങ്ങി വരും. ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ദൈവം എൻ്റെ സ്ഥിതി മാറ്റും. ഒരു വാക്യം കൂടെ പറയാം, ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഉറപ്പായിട്ടും നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ശൂന്യതകളെ ദൈവം പരിഹരിക്കും. നമ്മുടെ ഇല്ലായ്മകളെ ദൈവം പരിഹരിക്കും. നമ്മുടെ എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും അതിനെയെല്ലാം അതിജീവിപ്പാൻ കഴിയുന്ന ഒരു ദൈവശക്തി ദൈവം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ചുരുക്കം കാര്യങ്ങൾ നിങ്ങൾ പറയും. ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. അത്രമാത്രം വേദനയിലൂടെ, നിന്ദയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ദൈവം ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വന്നു. ഒരു അത്ഭുതകരമായ വിടുതൽ കിട്ടിയ കാര്യമല്ല, പക്ഷെ എൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം എന്നെ വഴി നടത്തി, എന്നെ പരിപാലിച്ച, എൻ്റെ ഇല്ലായ്മയിൽ ദൈവം എനിക്ക് വേണ്ടി കരുതിയ ആ വിധങ്ങളെ എത്ര വർണ്ണിച്ചാലും മതിയാകയില്ല പ്രിയരെ. അതുകൊണ്ട് ഇന്നും ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഇന്നും പരസ്യയോഗങ്ങൾ ഞങ്ങൾക്ക് കുറച്ചു പേര് കൂടി, ഞങ്ങള് മലബാർ ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ 7 ദൈവദാസന്മാർ കൂടി
രൂപം കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മലബാർ ഗോസ്പൽ ടീം. ഞങ്ങൾ കണ്ണൂര്, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ആ ജില്ലകളിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങള് പരസ്യയോഗങ്ങൾ, മുറ്റത്ത് കൺവെൻഷനുകൾ, ഭവന സന്ദർശനങ്ങൾ, അങ്ങനെ ഞങ്ങൾ 7 പേര് കൂടി ഞങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികമായ നന്മയിൽ നിന്നും ഒരു വീതം ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ 7 ദൈവദാസന്മാര് കൂടി 2 ദിവസത്തെ പ്രോഗ്രാമുകൾ ഓരോ സ്ഥലത്തും ചില വർഷങ്ങളായി നടത്തി വരുന്നു. അത് അനേകർക്ക് വിടുതലായിരുന്നു, അനേകർക്ക് നന്മയായിരുന്നു. ഞാൻ ഒരിക്കലും നിവർന്നു നിൽക്കുവാനോ ദൈവവചനം പ്രസംഗിക്കാനോ കഴിയുകയില്ലെന്ന് ചിന്തിച്ച സ്ഥാനത്താണ് ദൈവം പരസ്യയോഗങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, ദേശങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. നല്ല മെത്തകളായിരിക്കത്തില്ല നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ. നിന്ദയുണ്ടാവും, പരിഹാസമുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാവും, കുറ്റപ്പെടുത്തലുണ്ടാവും, ഒറ്റിക്കൊടുക്കലുണ്ടാകും. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാനും നിങ്ങളും നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നിശ്ചയമായും ദൈവത്തിന്റെ കരുതലും പ്രവൃത്തികളും അനുഭവിപ്പാൻ ഇടയായിത്തീരും. പ്രിയരെ, എൻ്റെ ഈ ചെറിയ ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും പലവിധമായ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ, മാനസികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, പ്രതീക്ഷ കൈവിടരുത്. അത്ഭുതം നമ്മുടെ വഴിയാണ്. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവശബ്ദത്തിനനുസരിച്ച് നമ്മൾ കാൽച്ചുവടുകൾ വെക്കുക. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായും ജീവിപ്പിക്കും. പക്ഷേ ഒരിക്കലും ആ വാഗ്ദത്തം നടക്കുമോ എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് സാഹചര്യങ്ങളെ കണ്ട് വിധി എഴുതി നമ്മളോട് പറഞ്ഞ ദൈവശബ്ദത്തെ നമ്മൾ അവിശ്വസിച്ചാൽ ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തി കാണുകയില്ല, വാഗ്ദത്തം അവകാശമാക്കുവാൻ കഴിയുകയില്ല. വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ ദൈവം നമ്മോട് പറഞ്ഞ ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ് ആവശ്യം. അബ്രഹാം വിശ്വസിച്ചല്ലോ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. നോക്കിയാൽ, ശരീരത്തിന്റെ ഘടന നോക്കിയാൽ, തൻ്റെ അവസ്ഥയിലേക്ക് നോക്കിയാൽ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ തൻ്റെ സാഹചര്യത്തെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവശബ്ദം മാത്രം തൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി, കാതുകളിൽ ആ ദൈവശബ്ദം മാത്രം മുഴങ്ങി മുഴങ്ങി നിന്ന് താൻ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ കണ്ണാലെ കാണുവാൻ ഇടയായി. ഞാനും വിശ്വസിക്കുന്നു, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വരുന്ന ആളുകളിൽ കർത്താവ് ജീവിപ്പിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, എൻ്റെ കർത്താവ് ആ സാഹചര്യത്തെ മാറ്റാൻ മതിയായ ദൈവം. 2-3 വർഷം മുമ്പ് പാസ്റ്റർക്ക് എന്തോ സർജറി ഒക്കെ ഉണ്ടായില്ല പാസ്റ്റർ? ഇപ്പം അത് 2 സർജറി ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കൈക്കും കാലിനും അതിൻ്റെതായ ഒരു ഇത് കിട്ടിയത്. ഇനി ഒരു സർജറി ഉണ്ട് കൈയുടെ. അത് ഇനി സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നം ദൈവം അതിനെല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴും നിരന്തരമായി ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതിൽ എൻ്റെ വൈഫും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ബലഹീനതകളിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലും കടന്നു വന്ന് മാറി മാറി പ്രയാസങ്ങളൊക്കെ വന്നെങ്കിലും ദൈവം ഞങ്ങളെ നിലനിർത്തുന്നു, ക്ഷേമകരമായി പരിപാലിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കമായിട്ടാണ് പറഞ്ഞത്. എന്നെ അറിയുന്നവർക്ക് ഇതൊരു ചെറിയ സാക്ഷ്യമാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ കടന്നുപോയ ആ പ്രതിസന്ധി എത്രമാത്രം. ഒരുപക്ഷെ ജിജിൻ ബ്രദറിനൊക്കെ അറിയാം. ജിജിൻ ബ്രദർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ നിരന്തരമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഒരുപക്ഷെ മറ്റുള്ളവരെ അറിയാൻ തന്നെ കാരണം നമ്മുടെ ഈ എൻറ്റൈൻ റിവൈവൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്.
നിരന്തരമായി ഞാൻ എൻ്റെ ബലഹീനതയിലൊക്കെ ആയിരുന്നപ്പോൾ നിരന്തരമായി ഞാൻ ലൈവ് ഈ പേജിലൂടെ എന്നെ പ്രിയ ജിജിൻ ബ്രദർ വിളിച്ച്, അങ്ങനെയാണ് ഞാൻ ഒരു എന്താ പറയാ ഒരു എന്നെ പൊതുലോകം കാണുന്നത് ഈ ഈ പേജിലൂടെ. എന്നെ ഈ പേജ് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്നോട് ആൾക്കാര് ചോദിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എവിടെയായിരുന്നു, നീ ഉണ്ടോ, ഞങ്ങൾ ഓർത്ത് നീ ഇല്ല എന്ന് വിചാരിച്ച് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ എന്നെ വിളിക്കാനൊക്കെ ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, ആ പേജിലൂടെ ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, എൻ്റെ ബലഹീനതയിൽ പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് വിടുതൽ ലഭിച്ചു, സന്തോഷം ലഭിച്ചു, സമാധാനം ലഭിച്ചു എന്നൊക്കെ കേൾക്കുവാനായി തീർന്നു. ഞാൻ അങ്ങനെ നിരന്തരം അങ്ങനെ ഒരു പ്രിയ ജിജിൻ ബ്രദറും എന്നെ ആ പേജില് ഒന്ന് ഭാഗവാക്കാകുവാനൊക്കെ അവസരം നൽകി. ഇന്നും ഏത് സമയത്തും മെസ്സേജ് കൊടുക്കുന്നുണ്ടല്ലേ ഫസ്റ്റ്? ആ 2018 അതിനു മുമ്പ് തന്നെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കൊറോണയുടെ സമയത്തൊക്കെ ശക്തമായിട്ട് അതിനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കൊറോണയുടെ സമയത്ത് അതിനു മുമ്പ് ഒക്കെ നമ്മൾ ആ പേജിലൂടെ ഒരുപാട് ലൈവ്, ഞങ്ങളുടെ പരസ്യയോഗങ്ങള്, മുറ്റത്ത് കൺവെൻഷനൊക്കെ ലൈവ് പോകുന്ന ഒരു പേജാണ്. ഏത് സമയത്തും ഏത് മെസ്സേജും ലൈവ് ഇടാനുള്ള ഒരു സ്വാതന്ത്ര്യം അന്ന് മുതല് കർത്താവിന്റെ ദാസൻ എനിക്ക്. എന്ത് ഉദ്ദേശത്തോടുകൂടി ദൈവവചനം ഭൂമിയുടെ അറ്റത്തോളം എത്തുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ആഗ്രഹം. ഈ പേജ് അനേകർക്ക് ഒരു സന്തോഷമായി, അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ ഈ സാക്ഷ്യം ഇന്ന് പകലിൽ അനേകർക്കൊരു ആശ്വാസമായി, വിടുതലായി മാറട്ടെ. എൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ജോയിൻസിനൊക്കെ വേദന വന്ന് കൈ അനക്കാൻ കഴിയാതെ നീരും വേദനയായിട്ടാണ് ഞാൻ ദീർഘവർഷങ്ങൾ കടന്നുപോയത്. ഒരു 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 ചെറിയ വെയിറ്റ് പോലും എനിക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. അതിനെല്ലാം ദൈവം എന്നെ നീക്കുപോക്ക്, നിരന്തരമായി യാത്ര ചെയ്യാനൊക്കെ, പുറത്തേക്കൊന്നും കടന്നു പോയിട്ടില്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിരന്തരമായി എല്ലാ സ്ഥലങ്ങളിലും പരസ്യയോഗമായിട്ടൊക്കെ കടന്നു പോകാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇനിയും ദൈവം അനുവദിച്ചാൽ വരും നാളുകളിൽ കർത്താവിന്റെ വേലയിൽ അധികമായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആ മലബാർ ഗോസ്ബൽ ടീം ഒരു അനുഗ്രഹിക്കപ്പെട്ട ടീമാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗായകര്, നമുക്കറിയാം, പ്രിയ ജോബ് ഭാഷ, ജോബി ജോൺ ബ്രദറിന്റെ അനിയൻ, ഐഡിയ സ്റ്റാർ സിംഗൽ, അവരൊക്കെയാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. നിക്സൺ പോൾ രാജ്, അനുഗ്രഹിക്കപ്പെട്ട പ്രാസിംഗൻ റെജി പിരിവ്, അങ്ങനെയുള്ള ദൈവാസന്മാരൊക്കെ ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ടീമാണ്. അത് അനേക സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാ മാസവും പ്രോഗ്രാം ഉണ്ടോ? എല്ലാ മാസവും പ്രോഗ്രാം ഉണ്ട്. ഈ മഴയായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ദൈവദാസന്മാര് അല്ലെങ്കിൽ അധികം സാമ്പത്തികമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം അവിടെ ചെന്ന് കണ്ട് അവിടെയുള്ള ദൈവദാസരോട് ഒരുമിച്ച് ഞങ്ങൾ 2 ദിവസം പ്രവർത്തിക്കും. 2 ദിവസം മുറ്റത്ത് കൺവെൻഷൻ നടത്തുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ ആരുടെയും ഒരു സപ്പോർട്ട് മേടിക്കുന്നില്ല. ഞങ്ങൾ 7 പേര് കൂടി തന്നെ ഏകദേശം 20,000 രൂപ, 18,000 രൂപ ഒരു മാസം ഞങ്ങൾക്ക് ചെലവ് വരും. അത് ഞങ്ങൾ തന്നെ പിരിച്ചാണ് ചെയ്യുന്നത്. അത് പല ദൈവദാസന്മാരും പറഞ്ഞത് ഞങ്ങൾക്ക് അനുഗ്രഹം, ആരും വരാത്ത സ്ഥലങ്ങളിലാണ്, ആരും ഇങ്ങനെ ഒരു മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിക്കാത്ത സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ഈ ചില മുറ്റത്ത് കൺവെൻഷനിലും പ്രസംഗിക്കാൻ ദൈവം കഴിഞ്ഞ വർഷം തൊട്ട് എനിക്കും അവസരം നൽകി. കാരണം അത് എന്നോടുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ തന്നെ എന്നോട് ദൈവം കൈമാറിയ ഒരു സന്ദേശമാണ്, നിന്നെ ചില സ്റ്റേജുകളിൽ ഞാൻ നിർത്തുമെന്ന്. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ദൈവം അതിനൊരു മുഖാന്തരം, ഒരു തുടക്കം ദൈവം നൽകിയിരിക്കുന്നു. 3 സ്റ്റേജുകളിൽ ഈ വർഷം കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. തുടർന്നും വരുന്ന ആളുകളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം അവസരം ഒരുക്കേണ്ടതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രയത്നം ഒന്നും കർത്താവ് വൃത്തമല്ലല്ലോ പക്ഷെ ദൈവം എല്ലാം നന്നായി അറിയാൻ ദൈവം എന്റെ കർത്താവ് എല്ലാം പ്രതിഫലം തീർച്ചയായിട്ടും തീരും. നിശ്ചയമായും ജിജിൻ ബ്രദറുടെ സാക്ഷിയാണെങ്കിലും നമുക്ക് ഒരുപാട് ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. കർത്താവ് നടത്തിയ വിധങ്ങളെ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. അസാധ്യമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ ദൈവം തന്റെ ദാസനും കുടുംബത്തിനും വേണ്ടി ദൈവം നൽകി. നിരന്തരമായി പ്രാർത്ഥനയിൽ ഓർക്കാനൊക്കെ പരസ്പരം ദൈവം സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നല്ല കൂട്ടായ്മ നൽകിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ഏത് സാഹചര്യങ്ങളും ദൈവം മാറ്റും. കർത്താവ് മതിയായവനാണ്. ഏത് അവസ്ഥയും നമ്മളൊരു സീറോയിലാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല,
ഇനി എന്നെ കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നു. മറിയ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ആ മറിയ കേട്ട ദൈവശബ്ദം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്നവരെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവശബ്ദം നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. അത് ഒരുപക്ഷെ നമ്മളൊരു പാട്ടിലൂടെ ആയിരിക്കാം, ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവദാസനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദർശനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നതെങ്കിൽ നമ്മൾ ആ ദൈവശബ്ദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മൾ അവിശ്വസിക്കരുത്, നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രതിസന്ധികളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. വെല്ലുവിളികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ പ്രതിസന്ധികളെയല്ല കാണേണ്ടത്. അത് ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്റെ ദൈവത്താൽ. അപ്പോ കാണുന്നത് മതിലിനെയല്ല, പ്രതിസന്ധികളല്ല, ദൈവത്തെയാണ് കാണുന്നത്. ദൈവത്തെ നോക്കി ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയും. ഈ നാളുകളിൽ ദൈവത്തെ മാത്രം നോക്കി പ്രതിസന്ധികളെ അതിജീവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന് ദൈവിക പ്രവൃത്തികളും ദൈവികമായ ദൂതകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാൻ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അസാധ്യം എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവപ്രവൃത്തി എനിക്ക് അനുഭവിപ്പാൻ കഴിയുക. നിങ്ങൾക്കും ആ ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ കഴിയും. കർത്താവിന്റെ ആ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ ഇരിക്കുക. നിശ്ചയമായിട്ടും ദൈവമഹത്വം വെളിപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ യാതൊരുവിധ ഉപേക്ഷയും കൂടാതെ തന്നെ പങ്കെടുക്കാമെന്ന് പറയുകയും അതിൽ പങ്കെടുത്തതിലുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും കർത്താവിന്റെ പേരെ ശോഭിച്ചു വരുവാൻ മലബാർ ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കർത്താവ് തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ശക്തിയോടെ ബലത്തോടെ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം മറ്റൊരു സാക്ഷ്യമായിട്ട് നമുക്ക് എപ്പിസോഡ് കടന്നതുവരെയും അസുരത്തിന്റെ ചെറുകിൽ നമ്മളെല്ലാവരെയും കർത്താവ് മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവ് ദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.